ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ മക്കൾക്ക് എന്നും പരാതിയാണ് ഇപ്പോൾ പൊതിച്ചോറ് കൊടുത്തു വിടുന്നില്ല എന്ന്. അങ്ങനെ ഇക്കതാ എവിടേക്കോ പോയി 2 ഇല വെട്ടിക്കൊണ്ട് വന്നു. നമ്മുടെ വീട്ടിൽ വാഴയിലയില്ല, അതുകൊണ്ടാണ് കേട്ടോ പൊതിച്ചോറ് കെട്ടി കൊടുത്തു വിടാത്തത്. അല്ലാണ്ട് സമയമില്ലാത്തതിൻ്റെ പേരിലല്ല, സമയം ഞാൻ കണ്ടെത്തിയാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ചോറിട്ടിട്ടുണ്ട്. ഇല വെട്ടി വാട്ടിയിട്ട് പിന്നെ തേങ്ങ അരച്ച ചമ്മന്തിയാണ് കേട്ടോ വെക്കുന്നത്. തേങ്ങ അരച്ച ചമ്മന്തി തന്നെയാണ് നമ്മുടെ പൊതിച്ചോറിൽ വെക്കേണ്ടുള്ളത്. സാധാ നമ്മൾ പൊടി ചമ്മന്തി വെച്ചാൽ അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ അതിനുശേഷം മാങ്ങ അച്ചാർ ഇടുന്നുണ്ട് കേട്ടോ. മാങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് 2 പേർക്കും. അങ്ങനെ 2 പേർക്കും ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇന്ന് നമ്മൾ തോരനാണ് കേട്ടോ. അപ്പോൾ ഈ തോരൻ ക്യാരറ്റും അമരിക്കയും കൂടി ചേർത്തുള്ള തോരനാണ്. അമരിക്ക ഇച്ചിരി ഉള്ളായിരുന്നു, ക്യാരറ്റും ഇത്തിരി ഉള്ളായിരുന്നു. അങ്ങനെ അത് 2 കൂടി വെച്ചു. പിന്നെ മുരിങ്ങയ്ക്ക് അവിയൽ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ സെൻറ്ററിൽ വെക്കുമ്പോൾ ഒരു ചേച്ചിയാണ് പറഞ്ഞ സൈഡിൽ വെക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അങ്ങനെ മുരിങ്ങയ്ക്ക് അവിയലും വെച്ചിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ അതിനുശേഷം നമ്മൾ ചൂര പൊരിച്ചതാണ് കേട്ടോ. ചൂരയുടെ 2 കഷ്ണം വീതം പൊരിച്ചതും 2 പേർക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം താഴോട്ട് പോയി. അങ്ങനെ പിന്നെ എടുത്ത് അവൾക്കും വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ നല്ല മുട്ട പൊരിച്ചത്, താറാമുട്ടയാണ് കേട്ടോ. അതാണ് ഈ കളറ്. അങ്ങനെ താറാമുട്ട മോനിക്ക് മുളകില്ലാണ്ടും മോക്ക് മുളകിട്ടുമാണ് മുട്ട പൊരിച്ചത്. അങ്ങനെ നമ്മുടെ പൊതിച്ചോറൊക്കെ സെറ്റായി. എല്ലാ വിഭവസമൃദ്ധമായ കറികളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഷോപ്പിൽ പോകുന്നതും കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇനിയും കറികൾ വെക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ സമയം ഇത്രയേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇവർ റെഡിയാക്കി വിട്ടിട്ട് വേണം എനിക്ക് ഷോപ്പിലോട്ട് പോകാനുള്ളത്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് പൊതിയാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ ഒതുക്കിയെടുത്ത് നമ്മുടെ പൊതിച്ചോറ് നല്ല അടിപൊളിയായിട്ട് പേപ്പറൊക്കെ അടുക്കി വെച്ച് ഇലയൊക്കെ വെച്ച് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മോൻ്റെ ആണ് കേട്ടോ ഫസ്റ്റ് ഞാനിത് പൊതിയുന്നത്. അടുത്തത് മോളുടെ ആണ് കേട്ടോ. മോളുടേതും ഇതുപോലെ പൊതിച്ചോറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ എല്ലാം ചെയ്ത് കൊടുക്കേണ്ടുള്ളത്. അപ്പം പ്രത്യേകിച്ച് മോള് പറഞ്ഞ് ഞാൻ എല്ലാം റെഡിയാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ, ബൈ.